അബ്ദുറഹ്മാൻ റൌഫത്ത് ഭാഷയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 5-ാമത്തെ ബ്ലോക്കിലെ 2-ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് അബ്ദുറഹ്മാൻ റൌഫത്ത് ഭാഷയുടെ വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് സുവർ മിൻ ഹയാത്തി സ്വഹാബ എന്നുള്ളത്. സുവർ മിൻ ഹയാത്തി സ്വഹാബ എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന മഹൽ ചരിതങ്ങൾ, സഹാബികളുടെ ജീവിത ചരിത്രം വളരെ രസകരമായ രീതിയിൽ അദ്ദേഹം മക്കാലകളിലായിട്ട് എഴുതിയിട്ടുണ്ട്. ആ മക്കാലയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ എഴുത്തിൻ്റെ ഒരു കഥാരൂപത്തിലാണ്. മക്കാലയാണെങ്കിലും അതൊരു കഥാരൂപത്തിൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു രൂപം മനസ്സിലാകുന്നതിന് വേണ്ടി കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പാഠം പഠിക്കുന്നത് വഴി ആ ഒരു രചനയുടെ രീതി മനസ്സിലാക്കുകയും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സാഹിത്യ മേഖല എന്ന് പറയുന്നത് അത് സ്വഹാബത്തിനെ കുറിച്ചുള്ള, അതുപോലെ താബീങ്ങളെക്കുറിച്ചുള്ള ഇസ്ലാമികമായ ചരിത്രത്തെ വളരെ മനോഹരമായി ആഖ്യാനിക്കുകയും അത് വായനക്കാരനെ വളരെ രസകരമായി വായിച്ചെടുക്കാൻ കഴിയുകയും അത് മനസ്സിലാക്കി ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുകയും ചെയ്യും. ഇതിൻ്റെ പാഠത്തിൻ്റെ പ്രീ റിക്വിസിറ്റേഴ്സിൽ പറയുന്നുണ്ട്, ദാരിസിൽ അസീസ് ഹൽത്തുവദ്ദുൽ ഐഷ് ഫി രഹലത്തി അബറുസമൻ ഇലാ സമിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസഹബിൽ കിറാം. വായനക്കാരാ, നിനക്ക് റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിലുള്ള ചരിത്രത്തിലൂടെ സഞ്ചാരം ആഗ്രഹിക്കുന്നുവോ, അല്ലെങ്കിൽ സഞ്ചാരം നീ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അബ്ദുറഹ്മാൻ റൌഫത്ത് ഭാഷയെ വായിക്കുക എന്നുള്ള ഒരു മഹത്തായ സന്ദേശം കൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് അറബി സാഹിത്യ ഗദ്യ സാഹിത്യത്തിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ളത്. ഇനി ഡിസ്കഷനിലേക്ക് കടന്നാൽ, അനസ് ബിൻ മാലിക് അൽ അൻസാരി നസ്സുൽ മഖാല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയെക്കുറിച്ചുള്ള ചരിതമാണ് ഇത് ഈ മക്കാലയിലെ വിഷയം. കാന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഫി ഉമരിൽ വർദ് ഹീന ലകനതുഹു ഉമ്മുഹു അൽ ഖമീസ അഷ്ഷഹാദത്തൈൻ. തൻ്റെ ഉമ്മ തനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി നൽകിയ സമയം അദ്ദേഹത്തിൻ്റെ പുഷ്പഭംഗിലമായ, അല്ലെങ്കിൽ ഉമറുൽ വർദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നേരിയ പ്രായത്തിൽ തന്നെയാണ്. വാത്രാത്ത് ഫുആദുഹുൽ ഖല്ല ബിഹുബ്ബിൻ നബിയിൽ ഇസ്ലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം ആ മനസ്സിൽ പൂവിട്ട സമയമെന്ന് പറയുന്നത് വളരെ നേരത്തെയായിരുന്നു. ഫശഖഫ അനസ് ബിഹി ഹുബ്ബൻ അലസ്സമാ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആ സ്നേഹം ആസ്വദിച്ചു. വലാ ഖർ ഫൽഉസ്ന തഅശ്ശഖ ഖബ്ല അൽ ഐനി അഹ്യാനൻ. അദ്ദേഹത്തിൻ്റെ കാതുകളിൽ പ്രവാചകനോടുള്ള ഇമ്പം, ഇഷ്ക് മുഴങ്ങി നിന്നു. വക്കം തമന്നൽ ഗുലാമു സഗീർ അൻ യംളിയ ഇലാ നബിയിഹി ഫി മക്ക. എത്ര ചെറിയ കുട്ടികളാണ് ആ നബിയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നത് മക്കയിൽ. ഓ യഫിദ റസൂൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി ഫി യസ്രിബ് ലിയസ്ഇദഹു ബി റഅയാഹ് വയൻഹ ബിലഖിയാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യസ്രിബിൽ ചെന്ന് കാണണം, അഥവാ മദീനയിൽ ചെന്ന് കാണാനും കണ്ടുമുട്ടാനും ഒക്കെ എത്ര ആളുകൾ ആഗ്രഹിക്കുന്നു. ലം യംളി അലാ ദാലിക തവീല വഖ്തിൻ ഹത്താ സറാ ഫി യസ്രിബ് അൽ മഹ്ലൂല അൽ മഖബൂത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബു സിദ്ദീഖ് ഫി തരീഖിഹാ ഇലൈഹ. മദീനക്കാരുടെ ആ ആഗ്രഹത്തിന് അധികം ദീർഘമുണ്ടാകേണ്ടി വന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ഹിജറ പുറപ്പെട്ടിട്ടുണ്ട്. ഫഗമറത്തുൽ ബഹ്ജ കുല്ല ബൈത്ത് വമാലത്തുൽ ഫർഹ കുല്ല ഖൽബ്. ആ ഒരു കിതാബിൻ്റെ എഴുത്തിൻ്റെ ശൈലി നോക്കൂ. ഓരോ വീട്ടുകളിലും ശോഭ പരന്നു, ഓരോ വീട്ടുകളിൽ എല്ലാ ഹൃദയങ്ങളിലും സന്തോഷം പരന്നു. അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പുറപ്പെട്ടു എന്ന വാർത്ത. വതഅല്ലഖത്തുൽ ഉയൂൻ വൽ ഖുലൂബ് ബിത്തരീഖിൽ മൈമൂൻ അല്ലദീ യഹ്മിലു ഖുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബിഹി ഇലാ യസ്രിബ്. നബി തങ്ങളുടെ വഴി അടയാളങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന വഴിയെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ കാത്തിരുന്നു. വഹദൽ ഫിത്യാൻ അശീഉന മാ ഇഷ്റാഖത്തി കുല്ലി സഹബ അന്ന മുഹമ്മദൻ ഖദ് ജാ. യുവാക്കൾ ഓരോ പ്രഭാതവും മുഹമ്മദ് വന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഫക്കാന സഅലൈഹി അനസ് മഅ സഈൻ മഅൽ ഔലാദി സഗീർ. കുട്ടികളുടെ കൂടെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പുറപ്പെടുമായിരുന്നു. ലാകിന്നഹു ലാ യറാ ശൈഅൻ ഫയഊദു കഈബൻ മഖ്സൂന. പക്ഷേ ഒന്നും കാണില്ല, ദുഃഖിതനായി അങ്ങനെ മടങ്ങും. വഫീ ദാത്ത് സബാഹിൻ ഷദൽ അൻദാ നളീർ അൽ റവാ ഖതഫ റിയാലും ഫി യസ്രിബ്. ഒരു സുപ്രഭാതത്തിൽ ആരോ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇന്ന മുഹമ്മദൻ വസാഹിബുഹു അതോ ഖരീബൈനി മിനൽ മദീന. മുഹമ്മദും കൂട്ടുകാരും അല്ലെങ്കിൽ കൂടെയുള്ളവരും മദീനയുടെ അടുത്തെത്തിയിരിക്കുന്നു. ഫതഫിക്കറ്റ് റിജാൽ യത്തജിഹൂന നഹ്വ തരീഖൽ മൈമൂൻ അല്ലദീ യഹ്മിലു അലൈഹി നബിയുൽ ഹുദാ വൽ ഖൈർ. ആളുകൾ പ്രവാചകൻ പുറപ്പെട്ട വഴിയിലേക്ക് കുതിച്ചു.
വമലോ യതസാബഖൂന ഇലൈഹി ജമാഅത്തൻ ജമാഅത്ത്, കൂട്ടം കൂട്ടമായിട്ട് അവർ മത്സരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തതഹല്ലലുഹും അസ്റാബും മിൻ സിഗാരിൽ ഫിത്യാൻ തസ്ഗരിദു അലാ വുജൂഹിം ഫർഹതൻ തഗ്മിറു ഖുലൂബുഹും സഗീറ. വലിയ വലിയ സംഘങ്ങളായിട്ട്, കുട്ടികളും വലിയവരുമൊക്കെയുള്ള സംഘങ്ങളായിട്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് അവർ പ്രവഹിച്ചു തുടങ്ങി. വക്കാന ഫി തലിയത്തി ഹൗല ഇസ്സബിയ്യ, അനസ് ബിൻ മാലിക് അൽ അൻസാരി, ഈ സംഘം ചേർന്ന് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ കുട്ടികളുണ്ടായിരുന്നല്ലോ. ആ കുട്ടികളുടെ മുൻനിരയിൽ തന്നെയുണ്ട് അനസ് ബിൻ മാലിക്. അഖബല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസലാമുഹു മസാബിഹി സിദ്ദീഖ്, നബിയും സഹയാത്രികൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തി. വമളയ ബൈന അൽഹുരിൽ ജുമു ഇസ്സാഖിറ മിന റിജാലി വൽ വിൽദാൻ, കുട്ടികളുടെയും വലിയവരുടെയും മുന്നിൽ അവരെത്തി. അമ്മൻ നിസ്വത്തുൽ മുഖദ്ദിറാത്ത് വസ്സിബായ സഗീറാത്ത് ഫഖദ് അലൗന സുതൂഹൽ മനാസിൽ, എന്നാൽ കുട്ടികളും സ്ത്രീകളുമൊക്കെ വീടിൻ്റെ മട്ടുപ്പാവിൽ കയറിയിരുന്നു കൊണ്ട്, ബാൽക്കണിയിൽ കയറിയിരുന്ന ദൂരതയിൽ നിന്നും മുഹമ്മദ് നബിയെയും സംഘത്തെയും വീക്ഷിക്കുന്നു. വജഅൽന യതറാഅയ്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വയഖൂൽ അയ്യുഹും ഹുവ അയ്യുഹും ഹുവ. വീടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അതിൽ പേരാ മുഹമ്മദ്, അതിലാരാണ് പ്രവാചകൻ? ഫക്കാന ദാലിക്കൽ യൗം യൗമുൻ മഷ്ഹൂദ, അതൊന്ന് കാണേണ്ട ദിവസം തന്നെയായിരുന്നു. വല്ല അനസ് ബിൻ മാലിക് യദ്കുറുഹു ഹത്താ നയ്യഫ അലൽ മിഅത്തി മിൻ ഉംരിഹി, അനസ് ബിൻ മാലിക് അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ എപ്പോഴും ഇത് ഓർക്കുമായിരുന്നു. മാ കാദ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഖിറു ബിൽ മദീന ഹത്താ ജാഅത്തുൽ ഹമീസ ബിൻത് മിൽഹാൻ ഉമ്മു അനസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ താമസമാക്കി. അങ്ങനെ ഇരിക്കെയാണ് അമീസ എന്നവർ, അമീസ ബിൻതുൽ മിൽഹാൻ ഉമ്മു അനസ്, അമീസ ബിൻതു മിൽഹാൻ എന്നവർ ഉമ്മു അനസിൻ്റെ ഉമ്മ വരുന്നത്. വക്കാന മഹ ഗുലാമുഹ സഗീർ, കൂടെ തൻ്റെ ചെറിയ മകനുമുണ്ട്. വഹു യസ്ആ ബൈന യദൈഹ, കൈകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നു, വിരൽ പിടിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വദബഅതാഹു തൻസാഅനി അലാ ജബീനിഹി, അങ്ങനെ അവരുടെ നെറ്റിയിൽ വിയർപ്പിൻ്റെ കണങ്ങളുണ്ട്. സുമ്മ ഹയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവർ വന്നു. അങ്ങനെ ഒരു മകനായിട്ട് ഉമ്മ വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു. യാ റസൂലല്ലാഹ് ലം യബ്ഖ റജുലുൻ വല ഇംറഅത്തുൻ മിനൽ ഇൻസാരില്ല വഖദ് അതഹഫക ബിതുഹ്ഫത്തിൻ. അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളുടെ അടുത്ത് ഈ അൻസാർ ഖബീലയിൽപ്പെട്ട എല്ലാവരും വന്ന് ഓരോ സമ്മാനങ്ങൾ നൽകുന്നു. നിങ്ങളുടെ അടുത്ത് ഒരാളും വന്നിട്ടില്ല നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകിയിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ, അൻസാറുകളിൽ നിന്ന് ഓരോരുത്തരായി അങ്ങയുടെ അടുത്തേക്ക് വരുന്നു, സമ്മാനങ്ങൾ നൽകുന്നു. വ ഇന്നീല അജിദുമ അത്ഹഫുക ബിഹി ഗൈറ ഇബ്നി ഹാദാ, എൻ്റെ അടുത്ത് അങ്ങേക്ക് നൽകാൻ ഈ കുഞ്ഞല്ലാതെ വേറൊരു സമ്മാനവുമില്ല. ഫഖുദ്ഹു ഫല്യഹ്ദിമുക മാ ശിഅ്ത, അപ്പോൾ നിങ്ങൾ കുട്ടിയെ സ്വീകരിക്കൂ, അവൻ നിങ്ങളെ സേവിക്കും, അഥവാ ഇവിടെ ഒരു ഖാദിമായിട്ട് അവൻ നിന്നുകൊള്ളും എന്ന് പറഞ്ഞ് തൻ്റെ ചെറിയ മകനെ, കുഞ്ഞു മകനെ അമീസാഗ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഏൽപ്പിക്കുന്നു. ഫഹഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത സഗീർ വബശ വമസറ സുഹബിയതി ഷരീഫ, കുഞ്ഞിനെ സ്വീകരിച്ചു, തലയിൽ തലോടി. വമസ്തദ വാബത്തഹു ബി അനാമിൽഹി നദിയ വളമ്മഹു ഇല അഹ്ലിഹി, കുടുംബത്തിലോട്ട് ചേർത്തു. കാന അനസ് ബിൻ മാലിക് അവനേസ് കമാ കാനു യനാദുനഹു തദ്ലീലൻ ഫിൽ ആശിറ മിൻ ഉംരിഹി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ 10ാം വയസ്സിലായിരുന്നു. യോമ സഈദ ബിഖദ്മത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാവാൻ ഭാഗ്യം കിട്ടിയ ആ ദിവസം അനസ് റളിയല്ലാഹു അൻഹുവിന് 10 വയസ്സായിരുന്നു. വല്ലയില്ല യഈഷു ഫി കംഫിഹി വരിയായതിഹി ലാ അൻ ലഹിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറ്റിഫ്ഖലാല, അള്ളാഹിൻ്റെ റസൂല് ഈ ലോകത്തോട് വിട പറയുന്നത് വരെ അനസ് റളിയല്ലാഹു അൻഹു അവിടെ തുടർന്നു. ഫകാനത്ത് മുദ്ദത്ത് സുഹ്ബത്തിഹി ലഹു 10 സനവാത്തിൻ കാമില, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 53ാം വയസ്സിലാണ് മദീനയിലേക്ക് ഹിജ്റ വന്നത്. 63ാം വയസ്സിലാണ് വഫാത്തായത്. ആ 10 വർഷവും അനസ് റളിയല്ലാഹു നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. നഹല ഫിഹ മിൻ ഹദിഹി മാ സക്ക ബിഹി നഫ്സഹു വവഅ മിൻ ഹദീസി മാ മല ബിഹി സദ്റുഹു, സ്വഭാവം നന്നാക്കാൻ സംസ്കരിക്കാൻ ആവശ്യമായ ഉപദേശങ്ങൾ അവിടുന്ന് കിട്ടി. അതുപോലെ ഹദീസിൽ നിന്ന് ഒരുപാട് മനഃപ്പാടമാക്കാൻ കഴിഞ്ഞു. റസൂലുള്ളാഹിൻ്റെ അഹ്വാൽ, അഖ്ബാർ, അസ്റാർ, ഷമാഇൽ മാലം യഅരിഫു അഹദൻ സിവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൈനംദിന കർമ്മങ്ങൾ, റൊട്ടീൻ ഡ്യൂട്ടീസ്, എവരിത്തിങ് വാസ്, എല്ലാ കാര്യങ്ങളും, അഹ്വാൽ, അഖ്ബാർ, അസ്റാർ എല്ലാം അനസ് റളിയല്ലാഹു അൻഹു നന്നായിട്ട് അറിയാമായിരുന്നു. വഖദ് ലഖിയ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മിൻ കരീമി മുആമലത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലം യുഗ്ഫർ ബിഹി വലദും മിൻ വാലിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുശീലമായ ആ സ്വഭാവത്തെ യഥാർത്ഥത്തിൽ അനസ് റളിയല്ലാഹു അൻഹുവിന് ആസ്വദിക്കാൻ കഴിഞ്ഞു. ലോകത്തൊരു പിതാവിനും ഒരു മകനും പിതാവിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയാത്ത അത്രം ഒരു പിതൃത്വം പോലും ആസ്വദിക്കാൻ കഴിഞ്ഞു.
അതുപോലെ വദാഖമിൻ നബീൽ ഷമാ ഇരിഹി വജലീൽ ഹസായി സിഹിമ താബത്തുഹു അലഹി ദുനിയാവ് ലോകം ഇഷ്ടപ്പെടുന്ന എല്ലാ നന്മകളും നേരിട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു. ഫൽ നത്രുക്കിൽ അനസിൽ ഹദീസ് അൻ ബാദി സൂരി വൽ വല്ലാഅ മിൻ ഹാദിഹിൽ മുആമല അൽ കരീമ ലത്തി ലഖിയ ഫി റഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നേരിട്ട് കണ്ട ആൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ട ആൾ അദ്ദേഹത്തിൻ്റെ ചില ഹദീസുകൾ തന്നെ റസൂലുമായുള്ള അടുപ്പവും റസൂലിനെ മനസ്സിലാക്കിയ രീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അബ്ദുറഹ്മാൻ റഫത്ത് പാഷയുടെ ഒരു രചനയാണ് സൂറ മിൻ ഹയാത്തി സ്വഹാബ എന്നുള്ളത്. ആ വളരെ കൃത്യമായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു വ്യക്തി ഒരു ലേഖനത്തിലൂടെ ഒരു മക്കാലയിലൂടെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി നോക്കാം. അപ്പോൾ ഹദീസുകൾ ഒരുപാട് കാണാം. അപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഹദീസ് നോക്കുക. ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്സനിൻ നാസി ഖുലുഖ വഅർഹബുഹും സദ്റ വഔഫറഹും ഹനാന. അള്ളാഹുവിൻ്റെ റസൂലിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അത് നേരിട്ട് കണ്ട് ആസ്വദിച്ച ഒരാളാണ്. ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും ഹൃദയവിശാലതയുള്ള ആൾ, ഏറ്റവും വാത്സല്യമുള്ള ആൾ, ഇതൊക്കെയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. ഫഖദ് അർസലനി യൗമൻ ലിഹാജത്തിൻ ഫഖറജ്തു. ഒരു ദിവസം എന്നെ ഒരു ആവശ്യത്തിനായിട്ട് പറഞ്ഞയച്ചു, ഞാൻ പുറപ്പെട്ടു. വഖസത്തു സിബിയാനിയൽ അബൂന ഫിസ്സൂഖിൽ അൽ അബുമാഹും. ഞാനൊരു കുട്ടിയല്ലേ, കുട്ടികളിങ്ങനെ പോകുന്ന സമയത്ത് വഴിയിൽ കളിക്കുന്നത് കണ്ടു, ഞാനും അവരുടെ കൂട്ടത്തിൽ കളിക്കാൻ കൂടി. വലം അദ്ഹബ ഇലാ മാ അമറനി ബിഹി. അല്ലാഹുവിൻ്റെ റസൂൽ എന്നോട് കൽപ്പിച്ച കാര്യം ഞാൻ മറന്നുപോയി, ഞാനത് ചെയ്തില്ല. ഫലം മാസിർത്തു ഇലൈഹിം ഷാർത്തു ബി ഇൻസാൻ യഖഫു ഖൽഫി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാളെൻ്റെ അടുത്ത് നിൽക്കുന്നു. വയഹുദ് ബി സൗബി. എൻ്റെ ഷർട്ട്, എൻ്റെ കുപ്പായമെല്ലാം പിടിച്ചു വലിക്കുന്നു, വസ്ത്രം പിടിച്ചു ഇങ്ങനെ എല്ലാം വലിക്കുന്നു. ഫൽതഫ്തു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. ഫൈദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പുറകിൽ. സാധനം വാങ്ങാൻ പറഞ്ഞയച്ച, പക്ഷേ മൂപ്പര് കളി പെട്ടുപോയി. യാ അനസ് അദ്ഹബ്ത ഹൈസു അമർത്തുക. അല്ല അനസേ, ഞാൻ പറഞ്ഞയച്ചെടുത്തേക്ക് നീ പോയോ? ഫർത്തഖബ്തു വഖുൽതു നഅം ഇന്നി ദാഹിബുല്ലാന. അതെ റസൂലേ, ഞാനിപ്പോൾ പോവാം. ഇന്നി ദാഹിബുല്ലാന വല്ലാഹി ലഖദ് ഖദംതുഹു. ഞാൻ ഇപ്പോൾ പോയിക്കോളാം എന്ന് പറഞ്ഞു. ആ ഒരു സംഭവത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഒന്നും ചീത്ത പറയുകയോ കോപാകുലനാവോ, ഞാൻ നിന്നൊരു കാര്യം ഏൽപ്പിച്ചിട്ട് നീ ഇവിടെ നിന്ന് കളിക്കുകയാണല്ലേ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കേൾക്കുക. വല്ലാഹി ലഖദ് ഖദിംതുഹു 10 സിനീൻ. ഞാൻ 10 വർഷം സേവനം അനുഷ്ഠിച്ചു. ഖാല ഫമാ ഖാല ലിശൈഇൻ സനഹ്തു ലിമ സനഹ്തഹു. ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്തേ അനസേ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. അഥവാ കോപാകുലനായിട്ടൊരു യജമാനൻ തൻ്റെ തൊഴിലാളിയോട് സംസാരിക്കുന്ന വിധത്തിലുള്ള യാതൊരു കോപാകുലതയും അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൽ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനാദ അനസൻ സഖറഹു തഹബ്ബുബൻ വതദലീലൻ ഫതാറത യുനാദിഹി യാ ഉനൈസ്. സ്നേഹത്തോടുകൂടി കുഞ്ഞ് അനസേ എന്നർത്ഥത്തിൽ ഉനൈസ് എന്നും വിളിക്കാറുണ്ടായിരുന്നു. ഏതായാലും ഒരുപാട് ഉപദേശങ്ങളും മറ്റുമൊക്കെ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പകർത്തിയെടുക്കുമായിരുന്നു. ഇൻ ഖദത്തു അൻ തസ്ബിഹ വതംസി വലൈസ ഫീ ഖൽബിക ഖശ്ശുൻ ലിഅഹദിൻ ഫഫൽ യാ ബുനയ്യ ഇന്ന ദാലിക മിൻ സുന്നത്തി. റസൂൽ പറഞ്ഞാണ് സ്വഭാവത്തെക്കുറിച്ച്, നിങ്ങൾക്ക് ആരോടും വെറുപ്പും വിദ്വേഷവും ദേഷ്യവുമില്ലാതെ ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിങ്ങൾ ജീവിക്കുക, അതാണ് എൻ്റെ സുന്നത്തി എന്ന് പറയുന്നത്. അതുപോലെ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. യാ ബുനയ്യ ഇദ് ഖൽത അലാ അഹ്ലിക ഫസല്ലിം യകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക. ഒരു പുതിയ ഒരിടത്ത് പ്രവേശിച്ച് ചെല്ലുന്ന സമയത്ത്, ഒരു കുടുംബത്തിൻ്റെ മേൽ ചെല്ലുന്ന സമയത്ത് സലാം പറയുക, അത് ഭയങ്കര പുണ്യമുള്ള കാര്യമാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആയിഷ അനസ് ബിൻ മാലിക് ബാദ വഫാത്തി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൈഫൻ 80 ആമൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഏകദേശം 80 വർഷത്തോളം ജീവിച്ചു. മല ഖിലാലഹ സുദൂർ ഇൽമൻ മിൻ ഇൽമി റസൂൽ. അള്ളാഹു റസൂലിൻ്റെയൊക്കെ നിന്ന് കിട്ടിയ ഇൽമു ലോകർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു ജീവിക്കുകയാണ്. വഖദ് വദ അനസ് സലാത്തു ലിഹാദൽ അംറിൽ മദീദ് മുർജിഅൻ ലിൽ മുസ്ലിമീൻ. മുസ്ലിങ്ങൾക്കൊക്കെ ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാൽ, സംശയം വന്നാൽ, അല്ല ഇതിൽ റസൂലിൻ്റെ അഭിപ്രായം തരുന്നു, റസൂൽ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നെന്ന് ചോദിക്കാനുള്ള ഒരു എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡിങ് ആയിട്ടുള്ള, എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സോഴ്സായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മിൻ ദാലിക അന്ന ബഅദൽ മമാരീന ഫിദ്ദീൻ ജഅലു യതകല്ലമൂന ഫീ സുബൂതി ഹൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയുഅവ്വിലൂന അലൈഹി കമാ കുല്ല മുസ്തഗ്ലഖ അലാ ഫഹമിഹിം ഹുക്കും. അതിൽപ്പെട്ട ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് മുസ്ലിങ്ങളൊക്കെ പ്രവർത്തിച്ചതിലുള്ള. ചില ആളുകൾ, നടന്നു പോകുന്ന ചില ആളുകൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗലിനെ കുറിച്ച്, ഹൗലുൽ കൗസറിനെ കുറിച്ച് ചോദിച്ചു. അതിൽ സംശയം ഉണ്ടായി, അതിൽ തർക്കമൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ ഫസഅലൂഹു ഫീ ദാലിക, അതിനെക്കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. മാ കുൻതു അളുന്നു അൻ അഈശ ഹത്താ അറാ അംസാലക്കും യതമാറൂന ഫിൽ ഔദ് ലഖദ് തറക്തു അജായിസ ഖൽഫി മാ തുസല്ലി വാഹിദ മിൻഹുന്ന ഇല്ലാ സഅത്തില്ലാഹ യസ്കിഹ മിൻ ഹൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ കുൻതു അളുന്നു അൻ അഈശ ഹത്താ അറാ അംസാലക്കും നിങ്ങളൊക്കെ അതിൻ്റെ കുറിച്ച് സംസാരിക്കുന്നില്ല, അതിലൂടെ നടന്നു പോകുന്നതിനെക്കുറിച്ച് പറയുന്നത് കേട്ടല്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഏതായാലും ഹൗദിനെക്കുറിച്ചും മറ്റൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. വലഖല്ല അനസുബിൻ മാലിക് ഐഷു ദിക്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മംതദ്ദത്ത് ബിഹിൽ ഹയാത്ത്, ജീവിതകാലം മുഴുവൻ ആ സ്മരണകളുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്മരണകളുമായി അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. വലഖദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അനസ് ബിൻ മാലിക് അസ്റ മിൻ മറ, ഒരുപാട് തവണ അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ ർസുഖ്ഹു മാലൻ വവലദ വബാരിക് ലഹു എന്നൊക്കെ. ഇങ്ങനെ ധാരാളം സംഭവവികാസങ്ങളിലൂടെ കടന്നുപോയ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതമാണ് നമ്മുടെ സൂറ മിൻ ഹയാത്ത് സഹാബയിലെ ഒരു സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടിയ അവസരം, അതുപോലെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായി ചെയ്ത ഖിദ്മത്ത് മേൽ പറഞ്ഞു തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വാധീനിച്ച ഘട്ടം, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ പാഠഭാഗമായിട്ട് വരുന്നുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ച അനസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായ ഒരുപാട് നാഴികക്കല്ലുകളാണ് പറയുന്നത്. ഇർസാലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹാജത്തിൻ സുമ്മ സുആലുഹു ഇൻ കാന ഖദ് ഹബ ഇലൈഹ. അനസ് റളിയല്ലാഹു അൻഹു ഓർത്തൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞ, ഒരാവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചു, അത് നിറവേറ്റിയില്ല. അപ്പോൾ ഇൻ കാന ഖദ് ഹബ ഇലൈഹ എന്ന രീതിയിൽ അത് വളരെ ചെറിയ മറുപടിയിൽ അത് ഒതുക്കി. അതുപോലെ നസായിഹുൻ നബി ലി അനസ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ഉപദേശം, യാ ബുനയ്യ ഇൻ ഖദറത അൻ തുസ്ബിഹ വ തുംസിയ വലൈലക ഫീ ലൈസ ഫീ ഖൽബിക ഖശ്ശുൻ ലി അഹദിൻ ഫഫൽ. ആരോടും ദേഷ്യമില്ലാതെ ഒരു ദിവസം ചിലവഴിക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് നിനക്ക് നല്ലത് എന്ന് പറച്ചിൽ. ഏതായാലും വഫാത്തു അനസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം 88 വർഷം അദ്ദേഹം ജീവിച്ചു. തൂഫി അനസ് ബിൻ മാലിക് വഹു യദുല്ലാഹി യൽഖിൻ നബിയ ഫിൽ ജന്ന. സ്വർഗത്തിൽ റസൂലിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടെ അനസ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുകയാണ്. അപ്പോൾ ഈ ഒരു ചരിത്രം, ഇപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ വിവരിക്കുന്നതാണ് റഫത്ത് പാഷയുടെ ഗ്രന്ഥങ്ങൾ എന്നാണ് നമ്മൾ ചുരുക്കി പറയുന്നത്. ശുക്രൻ. അസ്സലാമു അലൈക്കും.